നമസ്കാരം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി അച്ചാറാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇഞ്ചി അച്ചാറാണ്. സദ്യക്കൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതാണ് ഈ ഇഞ്ചി അച്ചാറ്. ഇതെൻ്റെ അമ്മയും അമ്മയുടെ ചേച്ചിയും ഒക്കെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കും. ഇത് 1 വർഷത്തോളം കേടുകൂടാതെ ഇരിക്കും. നമ്മൾ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ട, പുറത്ത് വെച്ചാലും മതി. ഭരണിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അല്ല, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള വായു കിടക്കാത്ത ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചാലും 1 വർഷത്തോളം കേടുകൂടാതെ ഇരിക്കും. പിന്നെ സ്പൂണൊക്കെ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നനവില്ലാത്ത സ്പൂൺ ഇടാൻ. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണെ ഇട്ട് ഈ അച്ചാർ എടുക്കാവുള്ളൂ. അങ്ങനെ നമ്മളൊന്ന് 1-2 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ കാലം കേടുകൂടാതെ ഇരിക്കും. അപ്പം അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഈ ഇഞ്ചി അച്ചാർ ചെയ്ത് നോക്കുക. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇഞ്ചി അച്ചാറാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 350 ഗ്രാം ഇഞ്ചി. നമ്മളെടുത്ത ഇഞ്ചി ഇതുപോലെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം. ഇത് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് ഇഞ്ചി വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചി ഇതിലിട്ട് വറുത്തെടുക്കാം. നമ്മളെടുത്ത മുഴുവൻ ഇഞ്ചിയും ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാൻ പാൻ വെച്ചു. നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വറുത്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കാതെ ഓട്ടുവറവാണ് വേണ്ടത്. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് വേണ്ടാത്തവർ ചേർക്കേണ്ട കേട്ടോ. പക്ഷേ കടലപ്പരിപ്പ് ഇങ്ങനെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ഈ ഇഞ്ചി അച്ചാറിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെടുത്ത കടലപ്പരിപ്പ് എണ്ണയില്ലാതെ നമ്മൾ വറുത്തെടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെ തരിയോടുകൂടി പൊടിച്ചെടുക്കണം. അതിൻ്റെ ടേസ്റ്റ്. നമ്മളെടുത്ത ഇഞ്ചി വറുത്തെടുത്ത് ഞാനിപ്പോൾ ജാലിട്ടിട്ടുണ്ട്. നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട. ഞാൻ ചട്ടി വെച്ചു. ഇപ്പോൾ ചട്ടി ചൂടായി. ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അല്പം ഉലുവ ഇടുകയാണ്. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ചേർക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലിടാം കേട്ടോ. ഇത് നമ്മൾ എടുത്ത ഇഞ്ചി വറുത്ത് പൊടിച്ചത് ഇട്ടു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ്. നമ്മളെടുത്ത കടലപ്പരിപ്പ് പൊടിച്ചത് അത് ഞാൻ ഇതിലേക്ക് ചേർത്താണ്. കാശ്മീരി ചില്ലി പൗഡറാണ്. 3 ടീസ്പൂൺ ചേർത്തു. ഞങ്ങൾക്ക് വെള്ളം ചേർക്കാതെയാണ് ഇഞ്ചി അച്ചാർ തയ്യാറാക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇഞ്ചി അച്ചാറാണ്. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവായും കടുകും വറുത്ത് പൊടിച്ചത് ചേർക്കുകയാണ്. അത് എണ്ണയിൽ വറുത്ത് പൊടിക്കുന്നതല്ല, അല്ലാതെ നമ്മൾ സാധാരണ എണ്ണ ചേർക്കാതെ വറുത്തെടുക്കരുത്. അങ്ങനെയാണ് ഈ കടുകും ഉലുവായും വറുത്ത് പൊടിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് വിനീഗർ ഒഴിക്കുകയാണ്. 1/2 കപ്പ് വിനീഗറാണ് ചേർത്തത്. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം.
കായം എടുത്തിട്ട് ഞാൻ വറുത്ത് പൊടിച്ചതാണ്. നമുക്ക് പൊടിച്ച കായം വാങ്ങാൻ കിട്ടും, അപ്പോൾ അത് ചേർത്താലും മതി. കായം 1/4 ടീസ്പൂൺ. വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിളയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ആ വിനീഗറിൻ്റെ ടേസ്റ്റ് അറിയത്തേയില്ല. വെള്ളം ചേർക്കാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 വർഷം വരെ ഇരുന്നാലും ഈ അച്ചാർ കേടാവത്തില്ല. അത്ര നല്ല അച്ചാറാണ്. 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരവും ഉപ്പും അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. 1/2 ടീസ്പൂൺ കായം കൂടി ചേർക്കുകയാണ്. നമ്മുടെ നല്ല അടിപൊളി ഇഞ്ചി അച്ചാറാണ്. ഉപ്പും പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം കേട്ടോ. ചെറിയ തീയിൽ വെച്ച് വേണം തിളപ്പിച്ചെടുക്കാൻ. ഇനി നല്ലോണം എണ്ണ തെളിയണം. ഇവിടെ നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലോണം കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു, നല്ല ഭംഗിയായി ഉണ്ടാവും. ഇപ്പം എല്ലാം പാകത്തിനുണ്ട്. തണുത്തതിന് ശേഷം എയർ ടൈറ്റഡ് ആയിട്ടുള്ള ഭരണിയിലോ കുപ്പിയിലോ സൂക്ഷിച്ച് വെക്കുക. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. 1 വർഷമായാലും കേടാവത്തില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു. അപ്പോൾ നമുക്കിനി അത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഓണത്തിന് എല്ലാവരും ഇഞ്ചി അച്ചാർ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഇഞ്ചി അച്ചാറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്സ് അതിന് മുമ്പ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നോട് പല ഫ്രണ്ട്സും വാട്സപ്പിലൂടെ ഒക്കെ എല്ലാവരും എന്നോട് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ടിപ്സൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ട്. ചെയ്ത് നോക്കിയിട്ട് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ കേൾക്കുന്നതിൽ. അപ്പോൾ ഇന്നത്തെ ടിപ്സ്, നമ്മൾ മുട്ട പുറത്ത് വേനൽക്കാലത്താണെങ്കിലും നമ്മൾ മുട്ട പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അധിക ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സ്ഥലം നമ്മളെടുത്ത് പുറത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ കേടാവാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവാതിരിക്കാൻ നമ്മളൊരല്പം വെളിച്ചെണ്ണ മുട്ടയുടെ തോടിൻ്റെ പുറത്ത് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുട്ട കേടാവത്തില്ല. പിന്നെ നമുക്ക് ഇപ്പോഴും നേരിടുന്നൊരു പ്രശ്നമാണ്, സിങ്കിലെ ദ്വാരം അടഞ്ഞിട്ട് നമുക്ക് ബ്ലോക്ക് ഉണ്ടായിട്ട് നമുക്ക് വലിയ പാടാണ് വെള്ളം പോകുമ്പോഴൊക്കെ. തേയിലയുടെയും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ഒക്കെ അംശം ഇരുന്നിട്ട്. അതിന് ഏറ്റവും നല്ലത് ഒരു പിടി അലക്കുകാരം, ഒരു മഗ് ചൂടുവെള്ളം എടുത്ത് നല്ലോണം ഒന്ന് ഈ സിങ്ക് ദ്വാരത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ തിളച്ച വെള്ളം കൂടെ ഒഴിക്കുക. അല്പസമയം കഴിഞ്ഞിട്ട് ഒരു ബ്രഷോ എന്തെങ്കിലും വെച്ച് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടുന്നതാണ്. ഇനി അത് മടിയാണെങ്കിൽ 1 കപ്പ് വിനീഗർ എടുക്കുക, 1 പിടി സോഡാപ്പൊടി ഇവിടെ മിക്സ് ചെയ്തിട്ട് സിങ്കിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ വരെ അത് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ അഴുക്കെല്ലാം മാറി നല്ല ക്ലീൻ ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു റെസിപ്പിയും കുറച്ച് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.